ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി മുജാഹിദ് പ്രസ്ഥാനം എന്താണ് എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദൗത്യം എന്താണ് എന്നും ആളുകളോട് അത് സംസാരിക്കുന്ന വിഷയങ്ങൾ ഏതാണ് എന്നും കൃത്യമായി അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ, ഇസ്ലാഹി പ്രസ്ഥാനത്തെ അറിയാവുന്ന ഏത് പ്രദേശത്തെയും ആളുകൾ അതിൻ്റെ അനുഭാവികളോ അതിനോട് ചേർന്ന് നടക്കുന്ന സഹകാരികളോ ആയി മാറിയിട്ടുണ്ട് എന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. പരിമിതമായ മഗ്രിബ് ബാങ്കിന് മുമ്പ് അവസാനിപ്പിക്കേണ്ട ഒരു പരിപാടി എന്ന നിലയിൽ അതിനിടയിൽ ബഹുമാന്യനായ ഹുസൈൻ മടവൂർ സാഹിബിന് സംസാരിക്കേണ്ടത് എന്നതുകൊണ്ട് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം ഏതാനും സമയം പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തോട് പറഞ്ഞ ഒരു കാര്യം, ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് മാത്രമായിരുന്നില്ല. ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട് എന്ന് സമ്മതിക്കുന്ന, ആ സൃഷ്ടാവിന് ആരാധനകളുടെ ഒരുപാട് കാര്യങ്ങൾ സമർപ്പിക്കുന്ന, ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ പറയാവുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന് സമ്മതിക്കുന്നതോടൊപ്പം ആ രക്ഷിതാവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവനോടാണ് പറയേണ്ടത് എന്നും പറയാനാണ് ലോകത്തിലേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും ശ്രമിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹിം അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് വന്നത് ആ പ്രവാചകന്മാർക്ക് പ്രത്യേകമായ ഒരു ആദർശം അവർക്ക് പറഞ്ഞു കൊടുക്കാനും ആളുകളെ അറിയിക്കാനുമാണ്. നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പറയേണ്ടത് അവനോടാണ്. ആ ആരാധ്യന് പുറമെ വേറെ ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും ഒരുപാട് കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ സമ്മതിക്കുന്നവരാണ്. അവരെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ദൈവം തമ്പുരാനാണ് എന്ന് സമ്മതിക്കുന്നവരാണ്. അവരെ പരിപാലിക്കുന്നത് പടച്ചതമ്പുരാനാണ് എന്ന് സമ്മതിക്കുന്നവരാണ്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിവുള്ളവനും എന്നുമുള്ളവനും അല്ലാഹുവാണ്, പടച്ചവനാണ് എന്ന് സമ്മതിക്കുന്നവരാണ്. എന്നാൽ ആ സമ്മതിക്കുന്നതോടൊപ്പം എന്നെ സൃഷ്ടിച്ച രക്ഷിതാവ് അല്ലാഹുവാണെന്ന് ഞാൻ പറയുക, എന്നെ മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണെന്ന് ഞാൻ സമ്മതിക്കുക, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് ഞാൻ പറയുക എന്നതിന് ശേഷം ആ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുമ്പോ അതങ്ങനെയല്ല. എന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനോടൊപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ ആരാധ്യന്മാർ വേറെയുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളെ കാണാം. അതുപോലെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാം. നമ്മുടെ നാട്ടിൽ ജീവിച്ചു മരിച്ചുപോയ ഒരുപാട് മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാം. അള്ളാഹുവാണ് തന്നെ പടച്ചത് എന്ന് സമ്മതിക്കുകയും അവനാണ് തന്നെ ജീവിപ്പിച്ചത് എന്ന് സമ്മതിക്കുകയും അവനാണ് മരിപ്പിക്കുന്നത് എന്ന് സമ്മതിക്കുകയും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അവനാണ് എന്ന് വിശ്വസിക്കുകയും അവനാണ് വിചാരണ ചെയ്യുന്നത് എന്ന് പറയുകയും അവനാണ് സ്വർഗവും നരകവും നൽകുന്നത് എന്ന് സമ്മതിക്കുകയും വിശ്വസിക്കുകയും ഈമാൻ കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് പകരം, അവനോട് സങ്കടങ്ങൾ പറയുന്നതിന് പകരം, അവനോട് കഷ്ടപ്പാടുകൾ പറയുന്നതിന് പകരം, എന്നുമുള്ള അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ സൃഷ്ടികളായ മരണപ്പെട്ടു പോകുന്ന മനുഷ്യ ജീവിതത്തിലെ എല്ലാ ബലഹീനതകളും ആയുസ്സിന്റെയും അനാരോഗ്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും എല്ലാ അവസ്ഥകളും അനുഭവിക്കുന്ന ആളുകൾ തന്നെയും അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവർ മരണപ്പെട്ടു പോയാൽ
അവരോട് ദുആ ചെയ്യുന്ന അവസ്ഥയിലാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും നമ്മൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിശദമാക്കേണ്ടതില്ല. അദ്ദേഹം ആളുകളോട് പറഞ്ഞത് എന്താണ്? മേലെ ആകാശത്തും താഴെ ഭൂമിയിലും, ഈ ഭൂമി കടലിന് പുറത്തും കടലിനകത്തുമുള്ള, സമുദ്രത്തിനുള്ളിലും പുറത്തുമുള്ള ഏതൊരു വസ്തുവിനെയും നീ ആരാധിക്കാൻ പാടില്ല. അള്ളാഹുവിനെ, കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആകാശത്ത്, ഭൂമിയിൽ, കടലിന് താഴെയും മുകളിലുമുള്ള ഒന്നിന്റെയും വിഗ്രഹം നീ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും നാൽക്കവലകളിൽ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന ആദർശത്തിനെതിരാണല്ലോ. അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ നോക്കുക, ശ്രീ നാരായണ ഗുരു അദ്ദേഹം ഈ ലോകത്തേക്ക് വന്നത് ഒരു പ്രത്യേക ആദർശം ജനങ്ങളെ പഠിപ്പിക്കാനാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ അദ്ദേഹം ആളുകളോട് പറഞ്ഞത് ഒന്നിന്റെയും പ്രതിഷ്ഠ സ്ഥാപിക്കരുത് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം, അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ച് അതിനെ ആരാധിക്കുന്നത് നമ്മൾ കാണുന്നു. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും സമ്മതിക്കുന്ന ഒരു ആരാധ്യനുണ്ട്, ഒരു പടച്ചവനുണ്ട്. ഈ ലോകത്തെ ഒന്നിച്ചു മുന്നിൽ നിർത്തിയാൽ അവരോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, ആരാണ് നിങ്ങളെ പടച്ചത്? അവര് പറയും, ഞങ്ങളെ പടച്ചത് ദൈവം തമ്പുരാനാണ്. ആരാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്? അവര് പറയും, ഞങ്ങളെ ജീവിപ്പിക്കുന്നത്, വെള്ളവും വെളിച്ചവും ഭക്ഷണവും നൽകി ഞങ്ങളെ ജീവിപ്പിക്കുന്നത് പടച്ചതമ്പുരാനാണ്. ആരാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്? പടച്ചതമ്പുരാനാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസപ്രകാരം ആരാണ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? അവര് പറയും, പടച്ചവനാണ്. ആരുടെ കയ്യിലാണ് നരകവും സ്വർഗവും ഉള്ളത്? പടച്ചവന്റെ കയ്യിലാണ്. എന്നുമുള്ളവൻ ആരാണ്? പടച്ചവനാണ്. എന്നും ഉണ്ടായിരുന്നവൻ ആരാണ്? പടച്ചവനാണ്. ഇത് ലോകത്തിലുള്ള മുഴുവൻ ആളുകളും സമ്മതിക്കുന്നതാണ്. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണത്. ഒന്നുകൂടി തിരുത്തി പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ കാര്യം. ഈസാ നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ സൃഷ്ടാവുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന് ശേഷവും ആ സൃഷ്ടാവ് ഇന്നും ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് മുമ്പ്, ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ്, ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ സൃഷ്ടാവുണ്ട്. അവരെല്ലാം ഈ കാലത്തിന്റെ യവനികക്ക് പിന്നിലേക്ക് മാറിപ്പോയപ്പോഴും ആ സൃഷ്ടാവ് ഇന്നുമുണ്ട്. മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ രക്ഷിതാവുണ്ട്. മുഹമ്മദ് നബി മരണപ്പെട്ടു പോയതിനു ശേഷവും ഈ ലോകത്തിന്റെ കാര്യങ്ങൾ അവനാണ് നിയന്ത്രിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആളുകളോട് പറയുന്ന സന്ദേശം ഇതാണ്: എല്ലാ കാലത്തുമുള്ള, എല്ലാവരെയും നിയന്ത്രിക്കുന്ന, എല്ലാവരുടെയും സൃഷ്ടാവായ, എല്ലാ ആളുകൾക്കും ഏത് സമയത്തും അഭയം തേടാവുന്ന, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, ലോകത്തിലെ മുഴുവനും കാര്യങ്ങളും അറിയുന്ന ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു സൃഷ്ടാവ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ്. അവനെ ദൈവമായി സമ്മതിക്കുക മാത്രമല്ല, അവനെ ആരാധിക്കപ്പെടാവൂ എന്നതാണ് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ നിയമം. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, എല്ലാ പള്ളികളിൽ നിന്നും, ലോകത്തിലുള്ള എല്ലാ പള്ളികളിൽ നിന്നും ബാങ്ക് കേൾക്കുന്ന സമൂഹങ്ങളാണ് ലോകത്തിലുള്ളത്. മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ അവർക്കറിയാം ആ ബാങ്കിൽ പറയുന്ന വാക്കുകൾ. പല ആളുകൾക്കും, മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പോലും അത് മനപ്പാടമുള്ള കാര്യമാണ്. അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് അതിന്റെ ആകെ ചുരുക്കം. എന്താണ് ആ പറഞ്ഞത്? അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവനല്ലാതെ ആരാധ്യനില്ല. ആ പറയാൻ വന്ന മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അതുകൊണ്ട് ജനങ്ങളോട് ഇസ്ലാമിന് പറയാനുള്ള കാര്യം ഇതാണ്: ജനങ്ങളെ, നമ്മളെ പടച്ചവൻ അള്ളാഹുവാണ്, അവൻ എന്നുമുള്ളവനാണ്. നമ്മളെ പടച്ചവൻ, നമ്മുടെ രക്ഷിതാവായ അള്ളാഹു, അവനാണ് നമ്മളെ മരിപ്പിക്കുന്നത്, അവനാണ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, അവനാണ് രക്ഷയും ശിക്ഷയും നൽകുന്നത്. അവനല്ലാത്ത നബിമാരായാലും പ്രവാചകന്മാരായാലും ഔലിയാക്കന്മാരായാലും പുണ്യാത്മാക്കളായാലും ഏത് തരത്തിലുള്ള, ഏത് വിഭാഗത്തിലുള്ള, ഏത് നാട്ടിൽപ്പെട്ട ആളുകളായാലും, അവർ കറുത്തവരായാലും വെളുത്തവരായാലും, അവരൊന്നും പടച്ചവന്മാരല്ല. അവർ ഈ ദുനിയാവിൽ ഒരു അണുവിനെ പോലും പടച്ചിട്ടില്ല. അറൂനി മാദാ ഖലഖൂ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും
അല്ലാഹുവല്ലാതെ ആരെങ്കിലും എന്തിനെയെങ്കിലും ഏതിനെയെങ്കിലും പടച്ചതായി നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ ഒന്നിനെയും പടച്ചിട്ടില്ല, ആരെയും സൃഷ്ടിച്ചിട്ടില്ല, ആരെയും അദ്ദേഹം മരിപ്പിക്കുന്നുമില്ല. അവരുടെ വിചാരങ്ങൾ അറിയുന്നവനല്ല അദ്ദേഹം, അവരുടെ തേട്ടങ്ങൾ അറിയുന്നവനല്ല. ആ മുഹമ്മദ് നബിയോട് പോലും പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. അദ്ദേഹം ആളുകളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കുക, ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, അവനോട് ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. എന്റെ ഖബറിനെ ഉത്സവ സ്ഥലമാക്കരുത്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്, അടിസ്ഥാന പ്രമാണമാണത്. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുക. കഷ്ടപ്പാട് വരുമ്പോ അള്ളാഹുവിനോടാണ് പറയേണ്ടത്. മക്കളില്ലാത്തവർ പടച്ചവനോടാണ് പറയേണ്ടത്. രോഗം മാറാൻ പടച്ചവനോടാണ് പറയേണ്ടത്. കൃഷിയിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ അള്ളാഹുവിനോടാണ് പറയേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നിശ്ചയിക്കുന്നത് അവനാണ്. ആ കാര്യത്തിൽ ഈ ലോകത്തിൽ തർക്കമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവനല്ലാത്ത ഒരാൾ ഈ ലോകത്തിൽ ശാശ്വതനായിട്ടില്ല. അവർ മരിച്ചു പോകുന്നവരാണ്, കഴിവുകേടുള്ളവരാണ്, ബലഹീനന്മാരാകുന്ന ആളുകളാണ്, ദുർബലന്മാരാണ്, ശക്തിക്ഷയം വരുന്നവരാണ്. അവർ ഈ ലോകത്തിൽ ഇല്ലാതായ ഒരു കാലമുണ്ടായിരുന്നു, ഇല്ലാതാകുന്ന കാലവുമുണ്ട്. പക്ഷേ പടച്ചവൻ ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്. ഈ ലോകത്തിനെയൊക്കെ പടച്ചവൻ അവനാണ്. അവന്റെ പരിപാലനത്തിലാണ് ഈ ലോകം കഴിഞ്ഞു പോകുന്നത്. ഇത് തർക്കമില്ല. ആ തർക്കമില്ലാത്തതിലേക്കാണ് മുജാഹിദുകൾ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ക്ഷണിക്കുന്നത്. അവരുടെ പരിധിയിൽ വരുന്ന പ്രവർത്തന മേഖലയിലുള്ള മുഴുവൻ ആളുകളോടും മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അവനാണ് നിങ്ങൾക്ക് അന്നം തരുന്നത്, അവനാണ് നിങ്ങളെ പടച്ചത്, അവനാണ് നിങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റുന്നത്, അവനാണ് ഉത്തരം നൽകുന്നവൻ. ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. പടച്ചവൻ അല്ലാഹു തആല മനുഷ്യരോട് പറയുന്ന കാര്യമാണത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി ഹദാ. പടച്ചവന്റെ പേരിൽ എവിടെയൊക്കെ ആരാധനാലയങ്ങൾ ഉണ്ടോ, ആ ആരാധനാലയങ്ങളുടെയൊക്കെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത്. അള്ളാഹുവിന്റെ കൂടെ ആരോടും ദുആ ചെയ്യരുത്, ആരോടും സഹായാർത്ഥന നടത്തരുത്. കാരണം അവനാണ് നിങ്ങളെ പടച്ചത്, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, അവനാണ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, അവനാണ് നിങ്ങളെ വിചാരണ ചെയ്യുന്നത്. അവന്റെ കയ്യിലാണ് നരകവും സ്വർഗവും ഉള്ളത്. അവനെ മാത്രം ആരാധിക്കുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമമാണ്. അത് പറയാനാണ് ലോകത്തിൽ വന്ന എല്ലാ പ്രവാചകന്മാരും, ഈ ലോകത്തിൽ വന്ന മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടത്. അതിൽ മൂസാ നബി അലൈഹി ഇസ്ലാമുണ്ട്, ഈസാ നബി അലൈഹി ഇസ്ലാമുണ്ട്, കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരുമുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതൊരു നവോത്ഥാന പ്രസ്ഥാനമാണ്. അതിനെക്കുറിച്ച് എനിക്ക് ശേഷം വരുന്ന ആൾ സംസാരിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ സമ്മതിക്കുന്ന, ഈ നാട്ടിലെ ഏതൊരാളും സമ്മതിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നമ്മളെ പടച്ചത് അല്ലാഹുവാണ്, നമ്മളെ പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്, നമ്മളെ മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. സഹോദരങ്ങളെ, ജനങ്ങളെ, ആ പടച്ചവനാണ് നമ്മളെ വിചാരണ ചെയ്യുന്നതെങ്കിൽ ആ പടച്ചവനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ, മക്കളുണ്ടാവാൻ അവനോടാണ് പറയേണ്ടത്, കഷ്ടപ്പാട് നീങ്ങാൻ അവനോടാണ് പറയേണ്ടത്, രോഗം മാറാൻ അവനോടാണ് പറയേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറാൻ അവനോടാണ് പറയേണ്ടത്. അല്ല, അവനോട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിയമം. നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിം അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് പടച്ചവനോട് പറയുന്ന 17 തവണ അള്ളാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അയാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന്
പടച്ചവനോട് പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. പടച്ചവനെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ പടച്ചവനെ നിന്നോടാണ് പറയുന്നത്, ഞങ്ങളുടെ വേവലാതികൾ നിന്നോടാണ് പറയുന്നത്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിന്നോടാണ് പറയുന്നത്. നിന്നോട് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ 17 തവണ ആവർത്തിച്ച് നമസ്കാരത്തിൽ നമ്മളോട് പറയണമെന്ന് പറയുന്നത്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. ആ സൂറത്തുൽ ഫാത്തിഹയിൽ വിശുദ്ധനായ പ്രവാചക തിരുമേനി പറഞ്ഞ ഈ വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ചു നോക്കുക. എന്തിനാണ് ഇത് ആവർത്തിച്ചു പറയുന്നത്? സങ്കടങ്ങൾ വരുമ്പോ ആളുകൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നബിമാരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കല്ലുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മരങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഖബറുകളിലുള്ളവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലോകത്തിലെ അഷ്റഫുൽ ഖൽഖാണ് റസൂലുള്ളാഹ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഏറ്റവും മഹാനായവനാണ് അള്ളാഹുവിന്റെ റസൂല്. ആ റസൂല് പറഞ്ഞത് എന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്നാണ്. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്നാണ്. അത് പറയാൻ കാരണം എന്താണ്? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലെ ഖബറുകളെ ആരാധിക്കുന്ന ഒരു സമൂഹം ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്നും അവര് ഖബറിനെ ആരാധിക്കുകയും ആ ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുകയും വഴിപാടുകളും നേർച്ചകളും അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയതാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, അള്ളാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൂടെ പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരെ അല്ലാഹു ശപിച്ചത്, യഹൂദികളെ അല്ലാഹു ശപിച്ചത്, അവരിൽപ്പെട്ട അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മരണപ്പെട്ടു പോയാൽ ആ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കുകയും അവരുടെ മുമ്പിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി. റസൂലുള്ളാഹി പറഞ്ഞത് ആ ആളുകളെ അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്നാണ്. ആ ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്നാണ്. ആ ശാപത്തിന്റെ വാക്കുകൾ പ്രവാചക തിരുമേനി പറഞ്ഞത് ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. അള്ളാഹുവേ നമ്മളൊക്കെ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം പടച്ചവനെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേർമാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അതായത് നീ അനുഗ്രഹിച്ച നബിമാരുടെ മാർഗത്തിൽ, നീ അനുഗ്രഹിച്ച സിദ്ദീഖുമാരുടെ മാർഗത്തിൽ, നീ അനുഗ്രഹിച്ച സ്വാലിഹികളുടെ മാർഗത്തിൽ, ശുഹദാക്കളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കണമേ. എന്നാൽ റസൂൽ അല്ലാഹു പറഞ്ഞത് ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ കോപത്തിന് വിധേയമായ ആളുകളുടെ മാർഗത്തിൽ ഞങ്ങൾ നീ ആക്കല്ല റബ്ബേ, വഴിപഴച്ചുപോയ ആളുകളുടെ മാർഗത്തിൽ ഞങ്ങൾ നീ ആക്കല്ല റബ്ബേ. ആരാണ് ഈ പറഞ്ഞ ആളുകൾ? വേദക്കാരെ കുറിച്ചാണ് അള്ളാഹു ആ പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്ന, അമ്പിയാക്കന്മാരോട് ദുആ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട് സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമ്മളും നിത്യേന പ്രാർത്ഥിക്കുന്നത്. ഈ ആശയമൊന്ന് ശരിക്കാലോചിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ജനങ്ങളെ നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട് എന്നല്ല, അത് ലോകം അംഗീകരിക്കുന്നതാണ്. ജനങ്ങളെ നിങ്ങളെ പടച്ചത് അല്ലാഹുവാണ് എന്നല്ല, അത് ലോകം അംഗീകരിക്കുന്നതാണ്. ജനങ്ങളെ നിങ്ങളെ മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ് എന്നല്ല, അത് ലോകം അംഗീകരിക്കുന്നതാണ്. നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ അല്ലാഹുവാണ് എന്നല്ല, അത് ലോകം അംഗീകരിക്കുന്നവരാണ്. വിചാരണ ചെയ്യുന്നവൻ അല്ലാഹുവാണ് എന്നല്ല, അത് ലോകം അംഗീകരിക്കുന്നവരാണ്. അതൊക്കെ പറഞ്ഞ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പറയണം. അല്ലാഹുവല്ലാതെ ഒരു പ്രവാചകന്മാരെയും ആരാധിക്കാൻ പാടില്ല. അല്ലാഹുവല്ലാത്ത ഒരു മലായിക്കത്തെ
മലക്കുകളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ജിബ്രീലേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, മീകായിലേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ റസൂലേ എന്ന് ദുആ ചെയ്യാൻ പാടില്ല, ഇബ്രാഹിമേ എന്ന് ദുആ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അത് ശിർക്കായി തീരും എന്നാണ്. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും. നിങ്ങൾ അവരോട് ദുആ ചെയ്തു നോക്കുക, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല, കേട്ടാൽ തന്നെയും ഉത്തരം ചെയ്യാൻ പോകുന്നില്ല. വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, മഹ്ശറയിൽ നാം ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുവോ അവരെ നമ്മൾ മുഖാമുഖം കണ്ടുമുട്ടുന്നു. നബിമാരെ, ഔലിയാക്കന്മാരെ, ശുഹദാക്കളെ മഹ്ശറയിൽ നമ്മൾ മുഖാമുഖം കണ്ടുമുട്ടുന്നു. യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങളോട് ചെയ്ത പ്രാർത്ഥനയാകുന്ന ശിർക്കിനെ ആ മഹാത്മാക്കൾ തള്ളിപ്പറയും, ആ പ്രവാചകന്മാർ തള്ളിപ്പറയും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, നാളെ പരലോകത്ത് നടക്കുന്ന ഈ കാര്യം അല്ലാഹുവല്ലാതെ ആരും നിന്നെ അറിയിച്ചു തരികയില്ല. പറഞ്ഞു വന്നത് നമ്മളെ പടച്ചവൻ അല്ലാഹുവാണ്, നമ്മളെ മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, നമ്മളെ വിചാരണ ചെയ്യുന്നവൻ അല്ലാഹുവാണ്. സ്വർഗവും നരകവും അല്ലാഹുവിന്റെ കയ്യിലാണുള്ളത്. സഹോദരങ്ങളെ ഓർക്കുക, എന്നുമുള്ളവൻ അല്ലാഹുവാണ്, എന്നും ഉണ്ടായിരിക്കുന്നവനും അല്ലാഹുവാണ്. അല്ലാഹുവല്ലാത്തവരൊക്കെ കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാ ആളുകളും മരിച്ചു പോകുന്നവരാണ്, എല്ലാ അമ്പിയാക്കന്മാരും മരിച്ചു പോകുന്നവരാണ്. പടച്ച തമ്പുരാനല്ലാത്തവരെല്ലാം നശിച്ചു പോകുന്നവരാണ്, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർ വിചാരണയ്ക്ക് വിധേയമാകുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പോലും വിചാരണ ചെയ്യും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും വിചാരണ ചെയ്യും, ആദം നബി അലൈഹി ഇസ്ലാമിനെയും വിചാരണ ചെയ്യും. ആരും വിചാരണയിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. ആ അള്ളാഹുവിനെ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ്. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പറയണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ, പ്രവാചക തിരുമേനിയുടെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നീട്ടിപ്പരത്തുകയില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒരു 5 മിനിറ്റിനുള്ളിൽ സംസാരിച്ച് അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഒരാൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്താൽ എന്താണ് സംഭവിക്കുക? എന്താണ് സംഭവിക്കുന്നത്? മുജാഹിദുകൾ കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും അവരവരെത്തിപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും അവർ ഈ സന്ദേശം എത്തിക്കുന്നു. അത് ഖുർആനിന്റെ സന്ദേശമാണ്. എന്താണ് ആ സന്ദേശം? ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന്റെ മുമ്പിൽ മാത്രമേ നേർച്ചകളും വഴിപാടുകളും ചെയ്യാവൂ, അവനോടല്ലാതെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പറയരുത്. അല്ലാഹുവല്ലാതെ ആരും അത് കേൾക്കുകയോ ആരും ഉത്തരം ചെയ്യുകയോ ഇല്ല എന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുകൊണ്ടാണ്. എന്നിട്ട് ആളുകളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഒരാൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചോ, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്തോ, അമ്പിയാക്കന്മാരായാലും ഔലിയാക്കന്മാർക്കായാലും അങ്ങനെ ചെയ്തു പോയാൽ 3 കാര്യങ്ങളാണ് സംഭവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ അവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്താലോ, ഒന്ന്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദാ. അല്ലാഹുവല്ലാത്തവരോട് ഒരാൾ പ്രാർത്ഥിച്ചു പോയാൽ, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്തു പോയാൽ അത് ശിർക്കാകുന്നു എന്ന് ഖുർആനാണ് പറയുന്നത്. ആ ശിർക്ക് ചെയ്താൽ അത് അല്ലാഹു തആല ഒരിക്കലും പൊറുക്കുകയില്ല. ഈ പാപങ്ങളുമായി മരണപ്പെട്ടു പോയ ഒരാൾക്ക്, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആൾക്ക് തൗബയില്ല, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പാപമോചനമില്ല. അയാൾ പൊറുക്കപ്പെടാത്ത പാപം ചെയ്തവനായി ഈ തെറ്റ് ചെയ്യുമ്പോ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം ഖുർആൻ പറയുന്നത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, മുഹമ്മദ് നബിയെ, താങ്കളുടെ മുമ്പുള്ള എല്ലാ നബിമാർക്കും വഹി നൽകിയതുപോലെ താങ്കളോട് ഇതാ പറയുന്നു, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്താൽ, താങ്കൾ ചെയ്ത മുഴുവൻ പുണ്യകർമ്മങ്ങളും ബാത്തിലായി പോകും. ബാത്തിലാവുക എന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രചാരമുള്ള ഒരു വാക്കാണ്. എല്ലാം ബാത്തിലായി പോകും. മാത്രമല്ല, എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ താങ്കളായി തീരുകയും ചെയ്യും. നോക്കുക, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതോടെ അല്ലാഹു പൊറുക്കാത്ത പാപം ചെയ്യുക, അയാൾ ചെയ്ത എല്ലാ പുണ്യകർമ്മങ്ങളും അയാളിൽ നിന്ന് ഇല്ല
ഇല്ലാതെയാവുക. നമസ്കരിച്ചിട്ട് കാര്യമില്ല. സഹോദരങ്ങളെ, മുജാഹിദികൾ കൃത്യമായിട്ടാണ് ഈ കാര്യം പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചു കെട്ടില്ലാതെ നേർക്ക് നേരെ നിങ്ങളുടെ മനസ്സിനോടാണ് പറയുന്നത്. നമ്മുടെ നമസ്കാരം ശരിയാവാൻ, നമ്മുടെ പുണ്യകർമ്മങ്ങൾ ശരിയാവാൻ ലക്ഷോപലക്ഷം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന മുസ്ലിം ഉമ്മത്തിനെ മുന്നിൽ നിർത്തിയാണ് മുജാഹിദികൾ സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുണ്യം ചെയ്യുന്ന ഈ സമൂഹത്തിന്റെ പുണ്യങ്ങള് നിഷ്ഫലമായി പോകരുത്. അവരുടെ പ്രവർത്തനങ്ങൾ ഫലശൂന്യമായി പോകരുത്. അതിന് അള്ളാഹു വെച്ച മാനദണ്ഡം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ആ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകും. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്താൽ ആ പ്രവർത്തനങ്ങൾ ഫലശൂന്യമാകും. അള്ളാഹു അല്ലാത്തവരെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെട്ടു പോയാൽ അയാളുടെ പ്രവർത്തനങ്ങൾ ഫലമില്ലാതായിത്തീരും. അള്ളാഹു പറഞ്ഞത് അങ്ങനെ ഒരാൾ ചെയ്താൽ അയാളുടെ എല്ലാ പുണ്യകർമ്മങ്ങളും ഇല്ലാതെയാകും എന്നാണ്. അള്ളാഹു അത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ അവരുടെ പുണ്യകർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി. നമസ്കാരം ബാത്തിലായി, നോമ്പ് ബാത്തിലായി, പുണ്യകർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി. സഹോദരങ്ങളെ, എന്റെ സമൂഹം, എന്റെ മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളത് തുറന്നു നിങ്ങളോട് പറഞ്ഞു തരുന്നു. എന്റെ സമൂഹം, മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്നു. ഞങ്ങളത് നിങ്ങളോട് പറഞ്ഞു തരുന്നു. പുണ്യങ്ങൾ നഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ അടുത്ത് എല്ലാം ഫലശൂന്യമാകുന്ന പ്രവർത്തനമാണത്. അതൊക്കെ പടച്ചവനോട് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ അപകടം നോക്കുക. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്താൽ, അല്ലാഹുവല്ലാത്തവരെ തവക്കുലാക്കിയാൽ, അള്ളാഹു പറഞ്ഞത് ഇന്നഹു മയുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആര് അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നുവോ, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്നുവോ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുവോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാകുന്നു. ആലോചിക്കുക എന്റെ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക. സ്വർഗം ഹറാമായ ഒരു പാപം മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ആ ആളുകളോടുള്ള സ്നേഹം കൊണ്ടാണ്. അവരതിൽ നിന്ന് മാറാനാണ്. എന്താ കാരണം? നമ്മൾക്കറിയാം. 7 വൻപാപങ്ങളെ കുറിച്ച് നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ 7 വൻപാപങ്ങളിൽ ഒന്നാമത്തെ പാപം അശ്ശിർക്കു ബില്ലാഹ്, പടച്ചവനിൽ പങ്കു ചേർക്കലാണ്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ഫലാ തദഊ മഅല്ലാഹി അഹദാ, പടച്ചവന്റെ കൂടെ നിങ്ങൾ ആരോടും ദുആ ചെയ്യാൻ പാടില്ല എന്ന് ഖുർആനിൽ വന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഓതി നോക്കുക. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഓതി നോക്കുക. സൂറത്തുൽ ഫാത്തിഹ പടച്ചവനോടുള്ള പ്രാർത്ഥനയാണ്. അവിടെ നിന്ന് ഓതി സൂറത്തുൽ ബഖറ കഴിഞ്ഞ് ആലി ഇംറാൻ കഴിഞ്ഞ് ഓതി അവസാനത്തെ 3 സൂറത്തുകൾ നോക്കുക. ആ 3 സൂറത്തുകളും ഒന്ന് അള്ളാഹുവിന്റെ പേരിലുള്ള പ്രതിജ്ഞയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങി പടച്ചവന്റെ വിശ്വാസം ഉറപ്പിക്കലാണ്. മറ്റ് 2 സൂറത്തുകൾക്കുമുള്ള പേര് മുഅവ്വദത്തൈനി, അള്ളാഹുവിനോട് അഭയം തേടുന്ന 2 സൂറത്തുകൾ എന്നാണ്. ആ പ്രാർത്ഥനകളും അള്ളാഹുവിനോടാണ്. ഞങ്ങൾക്ക് മുജാഹിദികള് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പറയാറുണ്ട്. അത് ഞങ്ങൾ ഇവിടെയും പറയുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 6600 ചില്ലുവാനം ആയത്തുകളിൽ അല്ലാഹുവല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുവല്ലാത്തവരോടുള്ള ഒരു നേർച്ച, അല്ലാഹുവല്ലാത്തവർക്കുള്ള ഏതെങ്കിലും ഒരു തവക്കുലാക്കൽ വിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഇബ്രാഹിം നബിയോടോ, ഇസ്മായിൽ നബിയോടോ, മലക്കുകളോടോ, ജിന്നുകളോടോ, മരണപ്പെട്ട മഹാത്മാക്കളോടോ അല്ല മുത്ത് റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ ഉള്ള ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ കാണാൻ സാധ്യമല്ല. കാരണം അത് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന ആശയത്തിന് ഏറ്റവും ഘടകവിരുദ്ധമായ ഒരു സംഗതിയാണ്. അതാണ് പറഞ്ഞത്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, വിജയിക്കും നിങ്ങൾ. തുഫ്ലിഹു, അത് നിങ്ങളെ വിജയത്തിലെത്തിക്കും. ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അയാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്നാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ അവന്റെ ചെവിയിൽ നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്നാണ്. എന്നിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ പ്രയാസങ്ങൾ തീർക്കാൻ എങ്ങനെ നമ്മൾ മഖബറയിൽ പോയി പറയുന്നു? എന്തിന്
എന്തിന് ബദരീങ്ങളോട് പറയുന്നു, എന്തിന് ശുഹദാക്കളോട് പറയുന്നു എന്ന ചോദ്യം നമ്മളോടാണ് ചോദിക്കേണ്ടത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾക്ക് അല്ലാഹു തആല നേർമാർഗം കാണിക്കാൻ അയച്ചു തന്നതാണ് അള്ളാഹുവിന്റെ റസൂലിനെ. ആ റസൂൽ കൊണ്ടുവന്ന ഖുർആനിനെ, ആ ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകളിൽ മുഴുവനും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോടെ പ്രാർത്ഥിക്കാവൂ, സങ്കടങ്ങളും കഷ്ടപ്പാടുകളും അവനോടെ പറയാവൂ. മക്കളില്ലാത്ത നബിമാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ചരിത്രമാണ് ഖുർആനിന്റേത്. പ്രയാസങ്ങളിൽ അകപ്പെട്ട നബിമാർ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച മഹാത്മാക്കളും പ്രവാചകന്മാരും അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒരൊറ്റ പ്രവാചകനും തന്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് പ്രാർത്ഥിച്ചത് അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാൻ സാധ്യമല്ല. 23 വർഷക്കാലത്തെ പ്രയാസകരമായ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ റസൂല്, മുസ്തഫായ റസൂല്, ഇബ്രാഹിമേ എന്നെ കാക്കണേ, ഇസ്മായിലേ എന്നെ കാക്കണേ, നബിമാരെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ ഒരു വാക്ക് വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ വാക്കുകളിലോ കാണാൻ സാധ്യമല്ല. അതിന് കാരണം അത് അള്ളാഹു നിരോധിച്ചതാണ് എന്നതുകൊണ്ടാണ്. പടച്ചവനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന ഈ ആദർശമാണ് മുജാഹിദുകൾ ആളുകളോട് പറയുന്നത്. അതാണ് അടിസ്ഥാനപരമായ വിഷയം. കാരണം ഒരാൾക്ക് സ്വർഗം ഹറാമാകുന്ന, നരകത്തിൽ ഉറപ്പായും പോകുന്ന ഈ പാപത്തിൽ നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ആളുകളോട് അവരെ ഗുണദോഷിക്കുന്നതും അവരെ ഉപദേശിക്കുന്നതും അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നതും. എത്രയോ പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്, എത്രയോ പ്രാർത്ഥനകൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളൊന്നും അള്ളാഹുവിനോടല്ലാത്ത, പടച്ചവനോടല്ലാത്ത ഒരൊറ്റ പ്രാർത്ഥനയുടെ തുണ്ടുപോലും ഖുർആനിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസുകളിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിനോടൊപ്പം അവനെ മാത്രം ആരാധിക്കുകയും അല്ലാഹുവല്ലാത്തവരെല്ലാം മരണപ്പെട്ടു പോകുന്നവരും ഇല്ലാതെയാകുന്നവരും പടച്ചവന്റെ മുമ്പിൽ വിചാരണക്കെത്തുന്നവരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവാണ് ഇപ്പോഴും എല്ലാ സമയത്തും ഉള്ളവൻ എന്നറിയുക. അവനാണ് നമ്മളെ പടച്ചത്, അവനാണ് നമ്മളെ മരിപ്പിക്കുന്നത്, അവനാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, അവനാണ് വിചാരണ ചെയ്യുന്നവൻ, അവന്റെ കയ്യിലാണ് നരകവും സ്വർഗവും ഉള്ളത്. ആ പടച്ചവന് എന്നുമുള്ള ആ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന സന്ദേശമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിനോട് നിങ്ങളോട് പറയാനുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിരുത്തി ഒന്നുകൂടെ ആലോചിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് ഖുർആനിന്റെ ആ മാർഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ പൊതുയോഗം കൊണ്ട് ഇതിന്റെ പ്രവർത്തകന്മാർ ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിക്കുകയും സത്യവിശ്വാസികളായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയണം, മനസ്സിലാക്കണം, ആലോചിക്കണമെന്ന വളരെ ദയാപൂർണമായ അപേക്ഷയോടെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.